എല്ലാവർക്കും നമസ്കാരം. പരംപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ പാർത്ഥനോടും പൃഥ്വിയിലെ എല്ലാ ആളുകളോടും കൂടി പറഞ്ഞ മഹത്തായ ഗീതാവചനങ്ങൾ ശ്രവിക്കാൻ വേണ്ടി ഈ സായം സഭയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലെ സാഖ്യയോഗമെന്ന മഹത്വം ബൃഹത്വമായ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആത്മാവിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ആത്മാവ് എന്താണെന്നും അതിൻ്റെ അനിത്യതയെക്കുറിച്ചുമാണ് ഭഗവാൻ പറയുന്നത്. ഇനിയും ഏതാനും ശ്ലോകങ്ങളിലൂടെ അതിൻ്റെ വിശദീകരണം നൽകുകയാണ് ഭഗവാൻ. നമുക്ക് നോക്കാം. 25-ാമത്തെ ശ്ലോകം. അവ്യക്തോയമചിന്യോയം അവികാരോയമുച്യതേ തസ്മാദേവം വിദിത്വേദം നാനുശോചന്തി പണ്ഡിത നാനുശോചന്തുമർഹസി നാ അനുശോചിതും അർഹസി. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ പറയുന്നത് ഭഗവാൻ അർജുനനോടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അവ്യക്തോയം അചിന്യോയം അവികാരോയം ഇതുച്യതേ. ആരെക്കുറിച്ച്? ആത്മാവിനെ കുറിച്ച്. ആത്മാവിനെ കുറിച്ച് പറയുന്നത് ആത്മാവ് അവ്യക്തമാണ്, അതുപോലെ തന്നെ അചിന്തേയമാണ്, ചിന്തിക്കാനും പറ്റില്ല, ചിന്തകൾക്ക് ഗോചരമല്ല ആത്മാവ്. തസ്മാദേവം വിദിത്വേദം, അതുകൊണ്ട് നാനുശോചിതുമർഹസി, അർജുന നീ ശോചിക്കാൻ അർഹനല്ല. ഈ വരുന്ന കുറേ ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, നാനുശോചിതുമർഹസി, അർജുന നീ ശോചിക്കേണ്ടതില്ല. അപ്പൊ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പാർത്ഥോ വത്സ സുധീർ ഭോക്ത, ഈ ഗീതത്തിന്റെ ഗീതാമൃതം മുഴുവനും പാർത്ഥനോട്, വത്സലനായ പാർത്ഥനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ വാത്സല്യം ഇതിലുണ്ട്. നമ്മളിപ്പോ ചെറിയ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ സമാധാനിപ്പിക്കേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വേദനിക്കുന്നവരോട് എന്താ പറയുക, പേടിക്കേണ്ട കേട്ടോ, വേദനിക്കേണ്ട കേട്ടോ അന്ന് പറയുന്നില്ലേ, പുറത്തു തട്ടി നമ്മൾ പറയുന്നില്ലേ, അതേപോലെ നാനുശോചിതുമർഹസി, നീ അർജുന ഈ കാര്യം കൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല. ഏത് കാര്യം കൊണ്ട്? അർത്ഥം നോക്കാം. അയം, ഈ ആത്മാ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവിനെ അയം എന്നാണ് പറയുന്നത്. അവ്യക്താഹ, വ്യക്തമല്ലാത്തതാണ്. എന്താണ്? നമ്മൾ സൂക്ഷ്മ ശരീരത്തെ കുറിച്ചും സ്ഥൂല ശരീരത്തെ കുറിച്ചും പറഞ്ഞു. സ്ഥൂല ശരീരം നമുക്ക് വിസിബിൾ ആണ്, കാണാൻ പറ്റും. എന്നാൽ സൂക്ഷ്മ ശരീരം, നമ്മുടെ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ആത്മാവിന്റെ സ്ഥാനം, അത് നമുക്ക് ദൃഷ്ടിക്ക് ഗോചരമല്ല, കാണാൻ പറ്റില്ല. ആ ചക്ഷുശ്രവണാദികൾക്ക്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമില്ലാത്തത് ആണ് അവ്യക്ത എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണുകയാണെങ്കിൽ അത് കാണണം, അപ്പൊ നമുക്ക് വ്യക്തമാകും. കേൾക്കുകയാണെങ്കിൽ ആ സുന്ദര ശബ്ദം നമ്മൾ കേൾക്കണം, അതുപോലെ സ്പർശനമാണെങ്കിൽ നമ്മൾ അറിയണം. അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞ വിഷയങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവവേദ്യമായ ഏതൊരു കാരണത്തെയും നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവ്യക്തമാണ്. ഈ ചക്ഷുശ്രവണാദി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തത് കൊണ്ടും ഇത് അചിന്യമാണ്. അയം, ഇവൻ അവികാര, ഭേദപ്പെടുത്താൻ പറ്റാത്തവനാണ്, മാറ്റപ്പെടുത്താൻ പറ്റില്ല. യാതൊരു തരത്തിലും ഈ ആളെ കാണാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ ഇതിന്റെ പൊസിഷൻ മാറ്റുക? അതുകൊണ്ട് അവികാര ഇതി എന്ന് ഉച്ചതേ, ഇത് പറയപ്പെടുന്നു. ആര്? വേദങ്ങൾ, ഉപനിഷത്തുകൾ. ഇതാണ് ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയപ്പെടുന്നു. തസ്മാത്, അതുകൊണ്ട്, ഏവം ഇപ്രകാരം, ഏനം ഈ ആത്മാവിനെ വിദിത്വ അറിഞ്ഞ്, അനുശോചിത്തും അർഹസി, അനുശോചിക്കാൻ നീ അർഹനല്ല. കാരണം ഈ ആത്മാവ് എന്താണെന്ന് നിനക്ക് ഗോചരമല്ല. ആ ഗോചരം അല്ലാത്തതിനെ കുറിച്ചോ അത് ചിന്തിക്കാൻ പറ്റാത്തതിനെ കുറിച്ചോ അത് നശിക്കുമെന്ന കാര്യത്തിൽ നീ ശോചിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല അർജുന. നത്വം ശോചിതുമർഹസി. അന്വയം: അയം അവ്യക്ത, ഇവൻ അവ്യക്തനാണ്. അയം അചിന്യാഹ, ഇവൻ ചിന്തകൾക്കും അതീതനാണ്. അയം അവികാരാഹ, ഇവൻ മാറ്റപ്പെടാൻ പറ്റാത്തവനാണ്. ഇങ്ങനെ പറയപ്പെടുന്നു. ഇത് ഉച്ചതേ തസ്മാത് ഏനം വിദിത്വ, ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അനുശോചിതും
ന അർഹസി. ഇത് തന്നെ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഉപനിഷത്തിലെ മുണ്ടകോപനിഷത്തിൽ മുണ്ടകം 3 ഖണ്ഡം 1 ശ്ലോകം 8 അത് പറയുന്നത് ഇങ്ങനെയാണ്: ന ചക്ഷുഷാ ഗൃഹ്യതേ സവിവാചാഃ നൈനദ്ദേവൈ തപസാ കർമ്മണാ വാഃ ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വഃ സതസ്തുതം പശ്യതേ നിഷ്ഫലം ധ്യായമാനേ. ഇത് തന്നെയാണ് പറയുന്നത്. ഈ ആത്മാവിനെ കണ്ടെത്താൻ കഴിയും. പക്ഷെ എങ്ങനെ? നമ്മുടെ ബാഹ്യമായ ചക്ഷുശ്രവണാദികൾ കൊണ്ട് നമുക്ക് കഴിയില്ല. പക്ഷെ അത് ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് അതിനെ കണ്ടെത്താൻ കഴിയും എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഭഗവാൻ, ഉപനിഷത്ത് പറയുന്നതും ഭഗവാൻ തന്നെയാണല്ലോ ഭഗവാൻ ഇത് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ തലങ്ങൾ നമുക്കറിയാം, 3 തലങ്ങളാണുള്ളത്. ഒന്ന് സ്ഥൂല ശരീരം, മറ്റൊന്ന് സൂക്ഷ്മ ശരീരം, മറ്റൊന്ന് കാരണ ശരീരം. ഈ നമുക്ക് പഞ്ചകോശങ്ങളാണുള്ളത്, അറിയാമല്ലോ. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ കോശങ്ങൾ, ഈ ശരീരത്തിന്റെ തലങ്ങൾ. അന്നമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥൂലമായ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതാണ്. അന്നം, ഭക്ഷണം. അതുകൊണ്ട് അത് നമ്മുടെ സ്ഥൂലമായ ശരീരത്തെ, ഈ ശരീരത്തെ ഒക്കെ പോഷിപ്പിക്കുന്ന തലമാണ് അന്നമയ കോശം. പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും സൂക്ഷ്മ ശരീരത്തിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിന് പ്രാണനുണ്ട്, പ്രാണായാമുണ്ട്, മനസ്സുണ്ട്, ചിന്തയുണ്ട്, അതുപോലെ വിജ്ഞാനമുണ്ട്. അതിനേക്കാളും അത് സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ ഉള്ള തലം. മറ്റൊന്ന് കാരണ ശരീരം, അത് ആനന്ദമയ കോശമാണ്. ഈ ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദത്തിന്റെ ആനന്ദം, അതിന് കാരണമായിട്ടുള്ളതാണ് എന്ന്, അതാണ് കാരണഭൂതം. ഈ കാരണഭൂത ശരീരം നമുക്ക് അപ്രസ്താവ്യമാണ്. അത് അനുഭവത്തിൽ മാത്രമേ അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരവും ഇത് തന്നെയാണ് പറയുന്നത്. ഉപനിഷത്തിന്റെ പല കാര്യങ്ങളും ഗീതയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകം: അഥ ചൈന്യം നിത്യജാതം നിത്യം വാ മന്യതേ ഭൂതം അഥാവിത്വം മഹാബാഹോ നത്വം ശോചിതുമർഹതി. വീണ്ടും പറയുന്നു, നീ ശോചിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഏനം, ഈ ആത്മാവിനെ, നിത്യജാതം, എപ്പോൾ ജനിക്കുന്നവനായും, നിത്യം, എപ്പോഴും ഉള്ളവനായിരിക്കും, മരിക്കുന്നവനായിട്ടും, ജനിച്ചാൽ മരണമുണ്ടല്ലോ, മരിക്കുന്നവനായിട്ടും, അഥ ചമന്യതേ, നീ വിചാരിക്കുമെങ്കിലും, തഥാ അഭി, എന്നാൽ, ഹേ മഹാബാഹോ, ഹേ മഹാബാഹോ, ത്വം, നീ, ഏവം, ഇപ്രകാരം, ശോചിക്കാനായി അർഹനല്ല. എന്താ പറയുന്നത്? നീ ഇപ്പൊ വിചാരിക്കുന്നു ഇത് നശിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഏനം, ഈ ആത്മാവ്, നിത്യജാതം, ജനിക്കുന്നവനായും, മൃതം വാ, മരിക്കുന്നവനായും തന്നെ വിചാരിക്കുക. അത് മരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു ഇത് മരിക്കുന്നു. അങ്ങനെ മരിച്ചാലും നീ ശോധിക്കാൻ അർഹതയില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ആൾക്കാര് ശരീരം പിടിയും. അതിന് നീ തന്നെ കാരണമാവണമില്ല. സ്വാഭാവികമായും ജനിച്ചവർക്ക് മരണമുണ്ടാകും. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ജനിച്ചവർക്ക് മരണമുണ്ടാകും. ജനിച്ചവർക്ക് മരണമുണ്ടാകുമെന്നും മരിച്ചവർക്ക് ജനനമുണ്ടാകുമെന്നും നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചുവല്ലോ. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ ഇവർക്ക് മരണമുണ്ടായി എന്ന് തന്നെ വന്നാലും നീ ശോചിക്കേണ്ടതില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ എന്നെങ്കുമായിട്ടും എല്ലാവരും മരിക്കും. ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. അതിന്റെ അന്വയം: ഏനം നിത്യജാതം നിത്യം മൃതാവ അഥ ചമന്യതേ തഥാ അപി ഹേ മഹാബാഹോ ത്വം ഏവ ശോചിതും നാർഹസി. ഈ മഹാബാഹോ എന്നത് എന്തിനാണെന്നറിയോ? ഈ യുദ്ധക്കളത്തിൽ ഇത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. മഹത്തായ ബാഹു, അതായത് മഹാവീരനാണ്. അതുകൊണ്ട് ഏതായാലും ഈ മരിക്കുന്നവരെ കുറിച്ച് നീ ശോചിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിന്റെ മറ്റൊരു ആവർത്തനമാണ് 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്: ജാതസ്യ മൃത്യു. ഇതിന്റെ ആവർത്തനം. എന്തുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല എന്നതിന് മറുപടി പറയാണ്: ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ചെങ്കിൽ ഉറപ്പാണ് മരണമുണ്ടാവും. ജാതസ്യ ഹി, ഉറപ്പ്, മൃത്യു ഉണ്ടാകും. അതുപോലെ ധ്രുവം, തീർച്ചയാണ്. ധ്രുവം ജന്മ മൃതസ്യ ചാഹ തസ്മാദ് പരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. എന്താ പറയുന്നത്? ജാതസ്യ ഹി ധ്രുവം, ജനിച്ചവൻ എന്തായാലും ധ്രുവം, തീർച്ചയാണ് മരണമുണ്ടാകും. അതുപോലെ ധ്രുവം, തീർച്ചയാണ് ജനിച്ചവന് ജന്മമൃതസ്യ ച, ജനിച്ചവന് മരണമുണ്ടാകും എന്നതും തീർച്ചയാണ്. തസ്മാത്, ഈ ഒരു സത്യം എനിക്ക് അല്ല, ഈ ഒരു തസ്മാത് അപരിഹാര്യാർത്ഥേ, അത് ആർക്കും തന്നെ
പരിഹരിക്കാൻ പറ്റില്ല. അത് ലോക നിയമമാണ്. ചിലപ്പോൾ ഭഗവാൻ പറയായിരിക്കും, പക്ഷെ തസ്മാദപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹതി. അതുകൊണ്ട് ഈ കാര്യത്താലും നീ ശോചിക്കേണ്ടതില്ല. ജാതസ്യ മൃദു ധ്രുവം ഹി മൃതസ്യ ച ധ്രുവം തസ്മാത് അപരിഹാര്യാർത്ഥേ ത്വം ഏവം ശോചിതും ന അർഹസി എന്നാണ് അന്വയം. 28ാമത്തെ ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരതാഃ അവ്യക്തനിധനാന്യേവ തഥാ കാ പരിദേവതാഃ. ഹേ ഭാരത, ഭൂതാനി ശരീരങ്ങൾ അവ്യക്താദീതി മായയിൽ നിന്ന് ഉണ്ടാവുകയാണ്. നമ്മുടെ ശരീരങ്ങൾ എവിടുന്നാണ് വന്നത് എന്നറിയോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെന്ന് അറിയാം. പക്ഷെ അതിനു മുമ്പ് എങ്ങനെയുണ്ടായി? അതിന്റെ പൂർവ്വകാലം, അതിനു മുന്നുള്ള കാര്യം, ജനനത്തിന് മുമ്പേയുള്ള കാര്യം അവ്യക്തമാണ്. അതുകൊണ്ട് അവ്യക്താദീതി, അവ്യക്തമായത് മായ, ആ മായയിൽ നിന്നുണ്ടാകുന്നത് അവ്യക്താദീതി ഉണ്ടായ വ്യക്തമധ്യാനി, മധ്യകാലത്തിൽ മാത്രം, നമ്മുടെ ഈ പ്രസന്റ് ടെൻസ്, പ്രസന്റ് ടൈം മാത്രമേ നമ്മൾ അറിയുള്ളൂ. അതിന്റെ ഭാവി അറിയില്ല, ഫ്യൂച്ചർ അറിയില്ല, മരിച്ചതിന് ശേഷം എന്താണ് എന്നും അറിയില്ല. അതുകൊണ്ട് മധ്യകാലത്തിൽ മാത്രം വ്യക്തമധ്യാനി, അവ്യക്ത നിധനായി, അവ്യക്തമായി മായയിൽ ലയിക്കുന്നു. പിന്നീട് ഇത് മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ഈ ജന്മം അവസാനിച്ചതിന് ശേഷം വ്യക്തമായ മായയിലേക്ക് ജനിച്ചു. എവിടെ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂ? അത് മായയിൽ ലയിച്ചു. എവിടെ നിന്ന് വന്നു നമുക്ക് പറയാൻ പറ്റൂ? അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ എവിടെ വന്നു എന്നും എവിടെ പോയി എന്നും പറയുന്നത് നമുക്ക് അറിയാൻ കഴിയാത്തിടത്തോളം കാലം ഇപ്പോഴുള്ള കാലത്തെ നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. അന്വയം. ഹേ ഭാരത, ഭൂതാനി അവ്യക്താദീനി വ്യക്തമധ്യാനി അവ്യക്ത നിധനാനി തത്ര കിം പരിദേവത. അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യന്യമന്യ ശൃണോതി ശ്രുത്വാനോപ്യാന വേദം വേദന ചൈവ കശ്ചിത്. ഒരുവൻ ഏനം ഇവനെ, ഈ ആത്മാവിനെ, ആശ്ചര്യവത് ആശ്ചര്യവസ്തു പോലെ പശ്യതി കാണുന്നു, തഥായവ അതുപോലെ തന്നെ, അന്യാച്ച മറ്റൊരുവൻ, ഏനം ഈ ആത്മാവിനെ, ആശ്ചര്യവത് ആശ്ചര്യവസ്തു പോലെ തന്നെ പറയുകയും ചെയ്യുന്നു. അന്യാച്ച വേറൊരാൾ, ഏനം ഇവനെ, ഈ ആത്മാവിനെ, ആശ്ചര്യവത് ആശ്ചര്യമായി, ശൃണോതി കേൾക്കുകയും ചെയ്യുന്നു. ശ്രുത്വ അപിച്ച കേട്ടാലും, കശ്ചിത് ആരും, ഏനം ഇവനെ, ന ഏവ വേദാഹ അറിയുന്നില്ല. നമ്മുടെ ആത്മാവിനെ കുറിച്ച് ഇപ്പൊ തന്നെ പറയുമ്പം പറയില്ലേ, കൊല്ലാൻ പറ്റില്ല, ആത്മാവ് അവ്യക്തമാണ് എന്നൊക്കെ പറയുമ്പം നമുക്കൊരു ആശ്ചര്യം ഉണ്ടാകുന്നില്ലേ? അതുകൊണ്ട് ഈ ആത്മാവിനെ കുറിച്ച് കേൾക്കുന്നത് ആശ്ചര്യവത് ശൃണോതി, അതുപോലെ തന്നെ ആശ്ചര്യവത് വദന്തി. ഇതിനെ നമ്മളിപ്പോ പറയും, ഇപ്പൊ ഞാൻ തന്നെ പറയുന്നത് ഇങ്ങനെ എന്തോ മഹത്തായ ആശ്ചര്യമായ ഒരു വസ്തുവാണ് നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിലുള്ള ആത്മാവ്. ആ ആത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നു, ആത്മാവിനെ കുറിച്ച് കേൾക്കുന്നു, ആത്മാവിനെ കുറിച്ച് കാണുകയും ചെയ്യുന്നു, കാണുകയല്ല കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പക്ഷെ എന്നാൽ പോലും ആശ്ചര്യവത് പറഞ്ഞാലും ആശ്ചര്യവത് കേട്ടാലും ഇവനെ ആരും കണ്ടിട്ടില്ല. ഏനം ഇവനെ, ഈ ആത്മാവിനെ ആരും കണ്ടിട്ടില്ല, ഇവനെ ആരും തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. അന്വയം. കശ്ചിത് ഏനം ആശ്ചര്യവത് പശ്യതി തഥാ ഏവ അന്യച ഏനം ആശ്ചര്യവത് വദന്തി അന്യച ഏനം ആശ്ചര്യവത് ശൃണോതി ശ്രുത്വാ അപി കശ്ചിത് ഏനം ന വേദഃ. നമ്മൾ പറഞ്ഞു, ഈ കേട്ടാൽ ആശ്ചര്യവത്ത് കേട്ടാലും ആശ്ചര്യമായി പറഞ്ഞാലും ആശ്ചര്യമായി കേട്ടാലും ആശ്ചര്യവസ്തു വസ്തുവിനെ പോലെ പറയുകയും ആശ്ചര്യവസ്തുവിനെ പോലെ കാണുകയും ചെയ്താലും ഇതെന്താണ് എന്ന് തിരിച്ചറിവ് ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇന്ന് കണ്ട കാര്യം ഇതാണെന്നുള്ളത്? അതില്ല. അതുകൊണ്ട് ഇത് അവ്യക്തമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ 30ാമത് ശ്ലോകം പറയുന്നു, ദേഹി നിത്യമവധ്യേ ദേഹേ സർവസ്യ ഭാരതഃ തസ്മാത്
സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. വീണ്ടും പറയുന്നു, നത്വം ശോചിതുമർഹസി. എങ്ങനെയാണെങ്കിൽ ദേഹി നിത്യാവധേയം, ഈ ദേഹി ഉണ്ടല്ലോ, നമ്മുടെ ദേഹത്തിനകത്ത് ഇരിക്കുന്ന ആത്മാവാണ് ദേഹി. അത് ദേഹി നിത്യമവധേയം, അവനെ വധിക്കാൻ കഴിയില്ല. ദേഹി സർവസ്യ ഭാരതേ, എല്ലാ ആളുടെയും സർവ ആളുകളുടെയും ശരീരത്തിൽ നിൽക്കുന്ന, ശരീരത്തിൽ ദേഹത്തിൽ കുടികൊള്ളുന്ന ഈ ദേഹി നിത്യനാണ്, അവനെ വധിക്കാൻ കഴിയില്ല. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അതുകൊണ്ട് എല്ലാ സർവാണി ഭൂതങ്ങൾ നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. അതുകൊണ്ട് തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹേ ഭാരത, സർവസ്യ എല്ലാവരുടെയും ദേഹേ ശരീരത്തിൽ, അയം ദേഹി ഈ ജീവാത്മാവ്, നിത്യം നിത്യമായുള്ളതും അവധ്യം വധിക്കപ്പെടാൻ പറ്റാത്തതുമാണ്. തസ്മാത് അതിനാൽ, അതുകൊണ്ട് ത്വം നീ സർവാണി ഭൂതാനി സകല പ്രാണികളെ കുറിച്ചും ശോചിക്കാൻ അർഹതയില്ല. നത്വം ശോചിതുമർഹസി. അന്വയം, ഹേ ഭാരത, സർവസ്യ ദേഹേ അയം ദേഹി നിത്യം അവധ്യം, തസ്മാത് ത്വം സർവാണി ഭൂതാനി ശോചിതും നാർഹസി. അർത്ഥം, എല്ലാവരുടെയും ശരീരത്തിൽ ഈ ജീവാത്മാവ് നിത്യനായും അവധ്യനായും ഇരിക്കുകയാണ്. അതുകൊണ്ട് സർവ പ്രാണികളെ കുറിച്ചും നീ ദുഃഖിക്കേണ്ടതില്ല. ഇത് ആധ്യാത്മിക തത്വമാണ്. ആത്മനിത്യമാണെന്നും ഇതെല്ലാം ഏകമാണ് എന്നുള്ള ആധ്യാത്മിക തത്വം, അതിന് കേരളത്തിൽ കൂടുതൽ പ്രചാരം നൽകിയത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. അദ്വൈതത്തിന്റെ എല്ലാ സാരാംശങ്ങളും കേരള ജനങ്ങൾക്ക്, ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് സർവസ്വവും ഏകമാണ് എന്ന തിയറിയുടെ, എന്ന സിദ്ധാന്തത്തിന്റെ ബഹിസ്ഫുരണമാണ്. നാരായണ ഗുരുയോട് ചോദിച്ചപ്പോൾ ശ്രീനാരായണൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, ശ്രീ ശങ്കരൻ പറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ, ആധ്യാത്മിക ശിഷ്യനാണ് കുമാരനാശാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. കുമാരനാശാൻ കാൽപ്പനിക കവിയായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹം ആധ്യാത്മികതയുടെ വക്താവുമായിരുന്നു. അദ്ദേഹം ഈ തത്വം വളരെ സുന്ദരമായി മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പന്നമായത് നശിക്കും, അണുക്ക നിൽക്കും, ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും, ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നു ഇവിടെ ആഗമങ്ങൾ. വേദമാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. വേദങ്ങൾ എന്താണ് പറയുന്നത്? ഉൽപ്പന്നമായത് നശിക്കും, പ്രൊഡക്റ്റ്. നമ്മളൊക്കെ നമ്മുടെ ഈ സ്ഥൂല ശരീരങ്ങളൊക്കെ ഈ പഞ്ചഭൂതങ്ങളുടെ പ്രോഡക്റ്റ് ആണ്. ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും. എന്താണ് അണു? അണു എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിനകത്തുള്ള ആത്മാവാണ്. അണിയോരണിയ മഹതീ മഹിതാം എന്ന് പിന്നെ പഠിക്കാനുണ്ട്. അണുക്കളെക്കാളും അണുവായ സാധനമാണ് നമ്മുടെ ശരീരത്തിനുള്ള സൂക്ഷ്മ ശരീരം. അതുകൊണ്ട് ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും, ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഈ ആത്മാവ്, ഈ ദേഹി ശരീരം വെടിയും. ശരീരമല്ല ആത്മാവിനെ വെടിയുന്നത്. ആത്മാവ് ശരീരം വെടിഞ്ഞാലും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ. വീണ്ടും ഈ സൂക്ഷ്മ ശരീരം വീണ്ടും ഒരു ശരീരം നമുക്ക് സ്വീകരിക്കും. എപ്പോഴും കർമ്മഗതി പോലെ വരും ജഗത്തിൽ. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അടുത്ത ജന്മത്തിലുണ്ടായത്. നമ്മൾ ഈ ജീവിതത്തിൽ, ഈ തലത്തിൽ ജീവിക്കുന്ന ജീവിതം നമ്മുടെ പഴയ കാലങ്ങളിൽ, നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നു ഇവിടെ ആഗമങ്ങൾ, വേദങ്ങൾ. ഈ വേദങ്ങൾ എന്താണ് പറയുന്നത്? ഈ അണുക്കൾ അണുക്കൾ നിൽക്കും, ഉൽപ്പന്നമായ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്റ്റ്, അഥവാ സ്ഥൂല ശരീരം നശിക്കും. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, അതിന് മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായാൽ ഉറപ്പാണ് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരം എങ്ങനെയെങ്കിലും ഉണ്ടായാലും അതിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ഉറപ്പാണ്. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തൊരു ശരീരം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ പരിണാമിതനായ ആത്മാവിനെ കുറിച്ചുള്ള വിവരം തൽക്കാലം നത്വം ശോചിതുമർഹസി, ഈ കാരണങ്ങൾ, പരിണാമവിധേയമല്ലാത്ത ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് നീ ഒരു കാരണം, ഇന്ന കാരണങ്ങൾ കൊണ്ട് നീ ഇപ്പോൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് തൽക്കാലം പറഞ്ഞിട്ട്
ഭഗവാൻ ഇവിടെ നിർത്തുകയാണ്. അനശ്വരമായ ആത്മാവിനെ കുറിച്ച് വിവിധ രീതികളിൽ വിവിധ തലങ്ങളിൽ വിവരിച്ചതിന് ശേഷം ആത്മാവ് നശിക്കാത്തതാണെന്നും ശരീരം നശ്വരമാണ് എന്നും സ്ഥാപിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ അർജുനനെ യുദ്ധത്തിൽ പ്രേരിപ്പിക്കാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞത്. തസ്മാത് യുദ്ധസ്യ ഭാരത, ഗീതയിൽ ഇടയ്ക്കിടെ മുഴങ്ങിക്കേൾക്കുന്ന രണാഹ്വാനം, തസ്മാത് യുദ്ധസ്യ ഭാരത. അപ്പോൾ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവാം, യുദ്ധം ഹിംസക്ക് കാരണമാകില്ലേ? സാക്ഷാ സനാതന ധർമ്മത്തിൽ ഹിംസ പാടുണ്ടോ? ഭഗവാൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയാണോ? അത് സനാതന ധർമ്മത്തിന് വിരുദ്ധമല്ലേ എന്ന സംശയം പഠിതാക്കളായ നമുക്കുണ്ടാവാം. ഭഗവാൻ അതിന് വ്യക്തമായ മറുപടി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി.